സിനിമയിൽ പല നടീനടന്മാർ ഹീറോയിസം കാണിക്കാറുണ്ട്. അത് കണ്ട് നമ്മളെല്ലാവരും തിയേറ്ററിലിരുന്ന് കൈയടിക്കാറുമുണ്ട്. എന്നാൽ സിനിമയിൽ മാത്രമല്ല, യഥാർത്ഥ ജീവിതത്തിൽ ഹീറോയിസം കാണിച്ച കുറെ നടീനടന്മാരുണ്ട്. ഞാൻ വീട് വെച്ച് ആ വീട് വിറ്റിട്ട് ഒരാൾക്ക് ഞാൻ വീട് വെച്ച് കൊടുത്തു, ഒരു ക്യാൻസർ പേഷ്യന്റ്. അത്തരത്തിൽ റിയൽ ലൈഫിൽ ഹീറോയിസം കാണിച്ച നടീനടന്മാരെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പതിവ് പോലെ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. സുരേഷ് ഗോപി. മലയാള സിനിമയിലെ ആക്ഷൻ കിങ്ങായി ഒരുപാട് ഹീറോയിസം സിനിമയിൽ കാണിച്ച നടനാണ് സുരേഷ് ഗോപി. രാഷ്ട്രീയപരമായി ഈ അടുത്ത കാലത്ത് ഒരുപാട് പേർ അദ്ദേഹത്തെ ട്രോളിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു കാലത്ത് ആരും ചെയ്യാൻ മടിക്കാത്ത ഒരു വലിയ ഹീറോയിസം ജനങ്ങളുടെ മുൻപിൽ ചെയ്ത ഒരു നടനാണ് സുരേഷ് ഗോപി. വർഷം 2004. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിൽ അക്ഷര, അനന്തു എന്ന 2 കുട്ടികൾക്ക് എയ്ഡ്സ് രോഗം വന്നതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ കുട്ടികളെ സ്കൂളിലേക്ക് കയറ്റിയില്ലെന്ന് മാത്രമല്ല, മറ്റു കുട്ടികളുടെ രക്ഷിതാക്കൾ ആ 2 കുട്ടികളെ സ്കൂളിൽ നിന്നും പറഞ്ഞു വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയൊരു ജാഥ സംഘടിപ്പിച്ചു. എന്നാൽ ഇതറിഞ്ഞ സുരേഷ് ഗോപി ആ നാട്ടിലെത്തി ആ 2 കുട്ടികളെ കണ്ട് സംസാരിച്ച് അവരെ കെട്ടിപ്പിടിച്ച് അവരുടെ കവിളിൽ ഉമ്മ വെക്കുകയും കുട്ടികൾ കുടിച്ച ചായക്കപ്പിൽ നിന്നും ചായ കുടിച്ച ശേഷം അവരെ 2 പേരെയും കയ്യിൽ പിടിച്ചുകൊണ്ട് റോഡിലൂടെ നടന്ന് സ്കൂളിൽ ചെന്നു. എയ്ഡ്സ് എന്നാൽ മറ്റുള്ളവരിലേക്ക് പടരുന്ന രോഗമല്ലെന്നും ഈ കുട്ടികളെ സ്വന്തം കുട്ടികളെ പോലെ കാണുക, അവരെ സമൂഹത്തിന്റെ ഭാഗമാക്കുക എന്നും ആ നാട്ടിൽ കൂടിയ ആളുകളുടെ മുൻപിൽ വെച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞു. 2004 കാലഘട്ടങ്ങളിൽ എയ്ഡ്സിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റി സമൂഹത്തിൽ ആ കുട്ടികൾക്ക് വേണ്ടി ഒറ്റയ്ക്ക് വന്ന് സംസാരിക്കാൻ സുരേഷ് ഗോപി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സംഭവം നടക്കുന്നതിനും 5 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ദേശീയ അവാർഡ് കിട്ടിയ സമയത്ത് സുരേഷ് ഗോപി സിനിമകൾ യുവാക്കളെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നില്ല എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. എന്നാൽ സുരേഷ് ഗോപിയുടെ ഈ ഒരു പ്രവൃത്തി സമൂഹത്തിലെ യുവാക്കളടങ്ങുന്ന എല്ലാ വ്യക്തികൾക്കും കൊടുത്ത ഒരു വലിയ ബോധവൽക്കരണമായിരുന്നു. വാസ്തവത്തിൽ സഹായം കൊടുക്കുന്നവരുടെ പേരോ ജാതിയോ രാഷ്ട്രീയമോ നോക്കേണ്ട ആവശ്യമില്ല. പൊതുമധ്യത്തിൽ ഇത്രയും വലിയ ഹീറോയിസം കാണിച്ച മറ്റ് മലയാള നടന്മാരുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതുമാത്രമല്ല, പല വ്യത്യസ്ത സാഹചര്യങ്ങളിൽ സുരേഷ് ഗോപി പല ആളുകളെ വ്യക്തിപരമായും അല്ലാതെയും സഹായിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്തായാലും 2004 സുരേഷ് ഗോപി കാണിച്ച ഈ ഒരു ഹീറോയിസം പിന്നീടൊരു മലയാള നടനും സമൂഹത്തിൽ കാണിച്ചിട്ടില്ല. മഹേഷ് ബാബു. അഭിനയിക്കാൻ അറിയില്ല, എല്ലാ സിനിമയിലും ഒരേ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ് പല ആളുകളും കളിയാക്കിയ നടനാണ് തെലുഗു സൂപ്പർ സ്റ്റാറായ മഹേഷ് ബാബു. എന്നാൽ മറ്റൊരു നടനും ചെയ്യാത്ത ഒരു വലിയ ഹീറോയിസം മഹേഷ് ബാബു തന്റെ റിയൽ ലൈഫിൽ ചെയ്തിട്ടുണ്ട്. 2015 ശ്രീമാന്തുടു എന്നൊരു തെലുഗു സിനിമയിൽ മഹേഷ് ബാബു അഭിനയിച്ചു. ചെറുപ്പക്കാരനായ ഒരു കോടീശ്വരൻ ഒരു ഗ്രാമം ദത്തെടുക്കുകയും അവിടുത്തെ പാവപ്പെട്ട ആളുകളെ സഹായിക്കുകയും ചെയ്യുന്നതാണ് സിനിമയുടെ കഥ. എന്നാൽ ഈ സിനിമ ഇറങ്ങിയതിന്റെ പിറ്റേ വർഷം, അതായത് 2016, ആന്ധ്രാപ്രദേശിലെ ബുറിപാലം, സിദ്ധാപുരം എന്ന 2 ഗ്രാമങ്ങൾ അദ്ദേഹം ദത്തെടുത്തു. അവിടുത്തെ ഗ്രാമങ്ങളിൽ കുടിവെള്ളം, റോഡ്, ഡ്രൈനേജ്, ഇനി കുട്ടികൾക്ക് വിദ്യാഭ്യാസം തുടങ്ങിയ ഒരുപാട് സേവനങ്ങൾ മഹേഷ് ബാബു ആ 2 ഗ്രാമങ്ങൾക്ക് നൽകി. ഇതിന്റെ പിന്നിൽ ഒരു ചെറിയ ഇമോഷണൽ കഥയുണ്ട്. അതായത് മഹേഷ് ബാബുവിന്റെ അച്ഛൻ കൃഷ്ണ ഒരു സിനിമാ നടനായിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മനാട് കൂടിയായിരുന്നു ഈ ബുറിപാലം. അദ്ദേഹത്തിന്റെ ഒരുപാട് ഹിറ്റ് സിനിമകൾക്ക് വേദിയായത് ഇതേ ഗ്രാമമായിരുന്നു. ഒരുപാട് സൗന്ദര്യമുള്ള ഈ ഒരു ഗ്രാമം നവീകരിച്ചെടുക്കാനും അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനം മുഴുവൻ ഏറ്റെടുക്കാനും തന്റെ ചേച്ചിയുടെ ഭർത്താവായ ഗുണ്ടൂർ MP ജയദേവ് മഹേഷ് ബാബുവിനെ സഹായിച്ചു. 2 ഗ്രാമങ്ങളെ ദത്തെടുക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, പിന്നീട് മഹേഷ് ബാബു ഫൗണ്ടേഷൻ രൂപീകരിച്ച് കുട്ടികളുടെ സർജറി, ഡയാലിസിസ്, ഹൃദയ സംബന്ധമായ രോഗങ്ങളെല്ലാം ഫ്രീ ആയി ചെയ്തു കൊടുക്കുന്നു. We are going to be helping 125 children who would be needing critical heart surgery. BPL വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയി വിദ്യാഭ്യാസവും നിരവധി ഓർഫനേജുകൾ ഏറ്റെടുക്കുകയും 51ലധികം സ്കോളർഷിപ്പ് പ്രോഗ്രാമുകൾ കുട്ടികൾക്ക് കൊടുക്കുകയും അദ്ദേഹം ചെയ്യുന്നുണ്ട്. തെലങ്കാനയിലും പിന്നീട് ആന്ധ്രാപ്രദേശിലെ എല്ലാ മേഖലയിലും തന്റെ ഫൗണ്ടേഷനും പ്രവർത്തനവും വിപുലീകരിക്കാൻ തയ്യാറാവുകയാണ് അദ്ദേഹം. ഒരു സിനിമയ്ക്ക് 60-80 കോടികൾ വാങ്ങുന്ന ഒരുപാട് നടന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് മഹേഷ് ബാബു എന്ന ഈ ഒരു ഹീറോ. സത്യത്തിൽ ഇവരൊക്കെയല്ലേ ശരിക്കും സൂപ്പർ സ്റ്റാറുകൾ. പ്രേം നസീർ. മലയാളത്തിന്റെ നിത്യഹരിത നായകനാണ് പ്രേം നസീർ. 1973 അദ്ദേഹത്തിന്റെ ജന്മനാടായ ചിറയൻകീഴിന് സമീപമുള്ള ശാർക്കര ദേവി ക്ഷേത്രത്തിൽ ഒരു ആനയെ വാങ്ങി അദ്ദേഹം സമ്മാനിച്ചു. ഒരു ഇസ്ലാം വിശ്വാസിയായ അദ്ദേഹം ആനയെ വാങ്ങി ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ കൊടുക്കുന്നതിനെതിരെ ചില വിശ്വാസികൾ രംഗത്ത് വന്ന് അദ്ദേഹത്തെ ആ സമയത്ത് ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ നസീർ സാർ കൊടുത്തൊരു മറുപടിയാണ്, ഞാൻ രാമനായും കൃഷ്ണനായും ദേവനായും അഭിനയിച്ച സിനിമകളിൽ നിന്നും എനിക്ക് കിട്ടിയ കാശ് പള്ളികളിലേക്ക് സംഭാവനകളായി കൊടുത്തപ്പോൾ നിങ്ങൾ ആരും എതിർത്തില്ലല്ലോ, അപ്പോൾ പിന്നെ ഒരു ആനയെ ക്ഷേത്രത്തിൽ കൊടുക്കുമ്പോൾ എതിർക്കാൻ മാത്രം എന്താണ് ഉള്ളത് എന്ന്. തികഞ്ഞ മതേതരവാദിയായ നസീർ സാർ ധൈര്യപൂർവ്വമാണ് ആ ഒരു വലിയ സംഭവത്തെ നേരിട്ടത്. അതുമാത്രമല്ല, തന്റെ പേര് വെളിപ്പെടുത്താതെ പാവപ്പെട്ട പല വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും പണം അയച്ചു കൊടുത്ത് അദ്ദേഹം സഹായിച്ചിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മലയാള സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാർ തന്റെ പേര് വെളിപ്പെടുത്താതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഹീറോയിസം തന്നെയാണ്. ബാലകൃഷ്ണ. മലയാളികൾ മാത്രമല്ല, ഇന്ത്യയിലെ പല സംസ്ഥാനത്തെ സിനിമാ ആരാധകർ ട്രോളുകളിലൂടെ കളിയാക്കിയ ഒരു നടനാണ് നന്ദമൂരി ബാലകൃഷ്ണ എന്ന ബാലയ്യ.
എന്നാൽ സിനിമയിൽ കാണിച്ച ഹീറോയിസത്തേക്കാൾ വലിയൊരു ഹീറോയിസം യഥാർത്ഥ ജീവിതത്തിൽ ബാലയെ കാണിച്ചിട്ടുണ്ടെന്ന് എത്ര പേർക്കറിയാം? ബാലകൃഷ്ണയുടെ അച്ഛനും മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയും തെലുഗു സൂപ്പർ സ്റ്റാറുമായ NTRന്റെ ഭാര്യയും ബാലയ്യയുടെ അമ്മയുമായ നന്ദമൂരി ബസവട്ടാരകം ക്യാൻസർ വന്ന് മരണപ്പെട്ടുപോയി. മരിച്ചുപോയ തന്റെ ഭാര്യയുടെ ഓർമ്മയ്ക്കായി ബാലയ്യയുടെ അച്ഛൻ NTR 2000 തുടക്കത്തിൽ ബസവട്ടാരകം ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ നിർമ്മിച്ചു. അവിടെ ഓരോ വർഷവും 500ഓളം ക്യാൻസർ രോഗികളെ ഫ്രീ ആയി ചികിത്സിക്കുന്നുണ്ട്. 2018 NBK എന്ന പേരിൽ ഒരു ട്രസ്റ്റ് ബാലയ്യ രൂപീകരിക്കുകയും സ്ത്രീകൾക്കും കുട്ടികൾക്കും മെഡിക്കൽ സേവനങ്ങൾ പൂർണ്ണമായി നൽകുകയും ചെയ്യുന്നു. അതോടൊപ്പം നിരവധി അനാഥാലയങ്ങളിൽ ജീവിതകാലം മുഴുവൻ ഭക്ഷണം കൊടുക്കാനും നിരവധി കുട്ടികളെ ടെക്നിക്കൽ സ്കിൽസ് വളർത്തിയെടുക്കാൻ പഠിപ്പിക്കുകയും സംസ്ഥാനത്തുടനീളം ബ്ലഡ് ബാങ്ക് സർവീസുകൾ നടത്തുകയും ചെയ്യുന്നു. തന്റെ അമ്മയ്ക്ക് സംഭവിച്ച ക്യാൻസർ എന്ന രോഗം കാരണം മറ്റുള്ളവർ മരണപ്പെടരുതെന്ന ലക്ഷ്യത്തിലാണ് അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരിലുള്ള ഈ ഹോസ്പിറ്റലും ട്രസ്റ്റും ഇന്നും പ്രവർത്തിക്കുന്നത്. ശരിക്കും അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിതത്തിലെ ഹീറോയിസം കേട്ടാൽ ആർക്കായാലും രോമാഞ്ചം വരും. ഇത്രയും വലിയ മനസ്സുള്ളൊരു വ്യക്തിയെയാണ് നമ്മളെല്ലാവരും കുറേ വർഷങ്ങളായി കളിയാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് ചെറിയൊരു കുറ്റബോധം വരുന്നത്. മോഹൻലാൽ. മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ റിയൽ ലൈഫിൽ ഹീറോയിസം കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ചും 2 കാര്യങ്ങളിലാണ് മോഹൻലാൽ റിയൽ ലൈഫിൽ ഹീറോയിസം കാണിക്കുന്നത്. അതിലൊന്നാണ് ഓർഗൻ ഡൊണേഷൻ. 2016 മൃതസഞ്ജീവനി എന്ന പദ്ധതിക്ക് ആഹ്വാനം കൊടുത്ത് അവയവദാനത്തിന് പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിയാണ് മോഹൻലാൽ. ഈ ഒരു കാര്യം ബിഗ് ബോസ് ഉൾപ്പെടെ ഒരുപാട് വേദികളിൽ വെച്ച് അദ്ദേഹം പലരോടും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വെറുതെ പറയുക മാത്രമല്ല, അതിന് മോഹൻലാൽ മാതൃകയാവുകയും ചെയ്തിട്ടുണ്ട്. തന്റെ മരണത്തിന് ശേഷം തന്റെ ശരീരം പൂർണ്ണമായി മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് മോഹൻലാൽ പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട്. എന്റെ ഭാഗത്ത് നിന്നും എന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ഞാൻ സന്നദ്ധമാണ്. രണ്ടാമത്തെ കാര്യമാണ് തന്റെ അച്ഛന്റെയും അമ്മയുടെയും പേരിൽ പ്രവർത്തിക്കുന്ന വിശ്വശാന്തി ഫൗണ്ടേഷൻ. പരിവർത്തൻ എന്ന പ്രോഗ്രാമിലൂടെ 300ഓളം വരുന്ന വോളണ്ടിയേഴ്സിനെ ഉപയോഗിച്ച് കേരളത്തിലെ സ്കൂളുകളിലും പഞ്ചായത്തുകളിലും ജില്ലകളിലും ക്ഷേമ പ്രവർത്തനം എല്ലാ മാസവും അവർ ചെയ്യുന്നുണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ കുട്ടികൾക്ക് ടെക്നിക്കൽ മേഖലയിൽ നല്ലൊരു കരിയർ കിട്ടാൻ വേണ്ടി ക്രാഷ് കോഴ്സുകൾ ഫ്രീ ആയി കൊടുക്കുന്നു. നിരവധി വീടുകളിൽ സൗജന്യമായി സോളാർ ഘടിപ്പിച്ചു കൊടുക്കുന്നു. ഡീഫോറസ്റ്റേഷനെതിരെ വൃക്ഷങ്ങൾ നടുന്നു. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതുമാത്രമല്ല, 800 കിലോയോളം വരുന്ന ഇലക്ട്രോണിക് വേസ്റ്റ് ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് ഒരു ലൈബ്രറി തന്നെ മോഹൻലാൽ പണിതിട്ടുണ്ട്. 2021 പാവപ്പെട്ട 20 വിദ്യാർത്ഥികളെ ഓരോ വർഷവും തിരഞ്ഞെടുത്ത് 15 വർഷത്തോളം പഠിപ്പിക്കാനുള്ള എഗ്രിമെന്റ് മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? അട്ടപ്പാടിയിലെ 20 കുട്ടികളെ മോഹൻലാൽ ദത്തെടുത്തിട്ടുണ്ട്. ആ 20 കുട്ടികളുടെ എല്ലാ ആവശ്യങ്ങളും നോക്കുന്നത് മോഹൻലാലാണ്. ശരിക്കും ഇതൊക്കെയല്ലേ യഥാർത്ഥ ഹീറോയിസം? സൂര്യ. റിയൽ ലൈഫിൽ കാണിച്ച ഹീറോയിസത്തെക്കുറിച്ച് പറയുമ്പോൾ നിർബന്ധമായും പറയേണ്ട ഒരു പേരാണ് സൂര്യ ശിവകുമാർ. ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് നടനായ സൂര്യ അമേരിക്കയിലെ എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി വന്ന് കാര്യമായി സംസാരിക്കുന്നു. സാധാരണ ഒരു ആരാധകനായിട്ടാണ് അദ്ദേഹം ആദ്യം വിചാരിച്ചിരുന്നത്. വിശേഷം അന്വേഷിച്ചതിനു ശേഷം സൂര്യ ആ വ്യക്തിയോട് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നുവെന്ന്. അപ്പോൾ ആ യുവാവ് പറഞ്ഞു, സർ, ഞാനൊരു ബയോമെഡിക്കൽ എഞ്ചിനീയർ ആണ്. അമേരിക്കയിലെ പെൻസിൽവാനിയയിൽ ജോലി ചെയ്യുന്നു. സാറിന്റെ ഓട്ടോഗ്രാഫിന് വേണ്ടിയല്ല ഞാൻ വന്നത്, പകരം നന്ദി പറയാനാണ്. കാരണം സാറാണ് എന്നെ പഠിപ്പിച്ചത്. സാറിന്റെ അഗരം ഫൗണ്ടേഷനാണ് ദരിദ്രനായ എന്നെ ഈ ഒരു അമേരിക്കയിൽ ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയറായി എത്തിച്ചത്. ഇത് കേട്ട സൂര്യ അറിയാതെ കരഞ്ഞുപോയെന്ന് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരാളുടെ അനുഭവമല്ല, 100 കണക്കിന് ആളുകളുടെ അനുഭവമാണ്. 2006 സൂര്യ അഗരം ഫൗണ്ടേഷൻ എന്നൊരു വിദ്യാഭ്യാസ ഫൗണ്ടേഷൻ ആരംഭിച്ചു. സമൂഹത്തിലെ പിന്നോക്കാവസ്ഥയിലുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് സാമൂഹിക സാമ്പത്തിക സ്ഥിതി വർദ്ധിപ്പിക്കുക എന്നതാണ് അഗരം ഫൗണ്ടേഷന്റെ ഉദ്ദേശം. 1000 കണക്കിന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം, നിരവധി കോളേജ് വിദ്യാർത്ഥികളുടെ സെമസ്റ്റർ ഫീസ് അടയ്ക്കുന്നു. എഞ്ചിനീയറിംഗ്, MBBS, ചാർട്ടേഡ് അക്കൗണ്ടന്റ് പോലുള്ള പ്രൊഫഷണൽ ഏരിയകളിൽ അർഹരായവരെ എത്തിക്കുക. ഇതൊക്കെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ സൂര്യ കഴിഞ്ഞ 19 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. താൻ താമസിച്ചുകൊണ്ടിരുന്ന തന്റെ സ്വന്തം വീട് അഗരം ഫൗണ്ടേഷന് വേണ്ടി ദാനം ചെയ്ത വ്യക്തിയാണ് സൂര്യ. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾ സൂര്യയുടെ സഹായത്തിൽ ഇന്ന് ഒരുപാട് വലിയ നിലയിൽ എത്തിയിട്ടുണ്ട്. പല വേദികളിൽ വെച്ച് പല വിദ്യാർത്ഥികൾ അതിന് നന്ദി പ്രകടിപ്പിച്ചതെല്ലാം കണ്ട് നമ്മൾ ഒരുപാട് കരഞ്ഞിട്ടുള്ളതാണ്. തമിഴ്നാട്ടിലെ 400 ഗവൺമെന്റ് സ്കൂളുകൾ പുതുക്കി പണിയുക, ശ്രീലങ്കയിലെ അഭയാർത്ഥി ക്യാമ്പിലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പ് കൊടുക്കുക, ദുരന്ത നിവാരണത്തിനായി ഫണ്ട് കൊടുക്കുക, വിവിധ ടെക്നിക്കൽ ജോലികൾ പഠിക്കാൻ ട്രെയിനിങ് കൊടുക്കുക തുടങ്ങി 3000ഓളം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും നല്ലൊരു കരിയർ കണ്ടെത്താനും അവസരം കൊടുത്ത സൂര്യയെ എത്ര പേർക്കറിയാം? 1979 സൂര്യയുടെ അച്ഛൻ ശിവകുമാർ തുടങ്ങി വെച്ച എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ബാക്കിയാണ് 2006 നടനായ സൂര്യ തുടങ്ങിയ അഗരം ഫൗണ്ടേഷൻ. ഇന്നും അഗരം ഫൗണ്ടേഷനെ ആശ്രയിച്ച് ജീവിക്കുന്ന 1000 കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. അവർക്കെല്ലാം സഹായം കൊടുക്കുന്നത് നടനായ സൂര്യയാണ്. ഇതിൽ കൂടുതൽ എന്ത് ഹീറോയിസമാണ് ഒരു നടൻ റിയൽ ലൈഫിൽ ചെയ്യേണ്ടത്? ശ്രീലീല. പുഷ്പ 2 ഐറ്റം ഡാൻസ് കളിച്ച ശ്രീലീലയെ ആരും മറക്കാനിടയില്ല. ഈ ജനറേഷനിലെ ഹരം കൊള്ളിക്കുന്ന മറ്റു നടിമാരുടെ കൂട്ടത്തിൽ നമ്മൾ ശ്രീലീലയെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തെറ്റായിപ്പോയി. വെറും 23 വയസ്സുള്ള ശ്രീലീല തന്റെ പ്രായത്തിലെ നടിമാർക്ക് ചെയ്യാൻ കഴിയാത്ത വലിയ കാര്യങ്ങൾ റിയൽ ലൈഫിൽ ചെയ്തിട്ടുണ്ട്. 2022 കന്നഡ സിനിമയായ ടു ലവ് ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രീലീല ഒരു ഓർഫനേജിൽ പോകുന്നു. അവിടുത്തെ ശോചനീയാവസ്ഥ മനസ്സിലാക്കിയ ശ്രീലീല തന്റെ 21ാമത്തെ വയസ്സിൽ അനാഥാലയത്തിൽ നിന്നും ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 2 കുട്ടികളെ ദത്തെടുക്കുന്നു.
വെറും 21-ാം വയസ്സിലാണ് ശ്രീലീല അത് ചെയ്തതെന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. ശരിക്കും ഈ ജനറേഷനിലെ ബോൾഡ് ആയിട്ടുള്ള മറ്റു നടിമാർക്ക് ഒരു മാതൃക തന്നെയാണ് ശ്രീലീല എന്ന 23-കാരി. ശ്രീലീല ചെയ്ത ഇതുപോലൊരു ഹീറോയിസം മറ്റു നടിമാർ ഈ ഒരു പ്രായത്തിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമാണ്. സോനു സൂദ് സിനിമയിൽ വില്ലനും റിയൽ ലൈഫിൽ അസാധ്യ ഹീറോയും. അതാണ് സോനു സൂദ്. ഓസ്കാർ അവാർഡ് ലഭിച്ച സാക്ഷാൽ ഡിക്കാപ്രിയോയുടെ കൂടെ ഹ്യൂമാനിറ്ററി അവാർഡിൽ പേര് ചേർക്കപ്പെട്ട ഒരു നടനാണ് സോനു സൂദ്. സോനു സൂദിന് ഒരു ചാരിറ്റി ഫൗണ്ടേഷൻ ഉണ്ട്. അതായത് ആരുടെയും സഹായമില്ലാതെ ഏത് സമയത്തും നിങ്ങൾക്ക് എന്റെ അടുക്കൽ വരാം, നിങ്ങളെ സഹായിക്കാതെ ഞാൻ ഉറങ്ങില്ല എന്നാണ് സോനു സൂദ് ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ സോനു സൂദിനെ പോലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു സാധാരണ മനുഷ്യനെ പോലെ ഇറങ്ങിച്ചെന്ന് സഹായിക്കുന്ന മറ്റു നടൻ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. പ്രവാസികളെ സഹായിക്കുക, UPSC എക്സാം പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി അർഹരായവർക്ക് സൗജന്യ കോച്ചിങ് കൊടുക്കുക, ചാർട്ടേഡ് അക്കൗണ്ടന്റ് പഠിക്കാൻ അർഹരായവരെ സഹായിക്കുക, പ്രകൃതി ദുരന്തങ്ങൾ മൂലം നഷ്ടപ്പെട്ടവർക്ക് ചെറിയ ബിസിനസ് ചെയ്യാൻ സഹായിക്കുക, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി കരുതുക എന്നിങ്ങനെയാണ് തന്റെ ഫൗണ്ടേഷനിലൂടെ സോനു സൂദ് ചെയ്യുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് സോനു സൂദിനെ ആശ്രയിച്ച് ഇപ്പോഴും ജീവിക്കുന്നത്. എന്തു പ്രശ്നം വന്നാലും പോലീസ് വരുന്നതിന് മുൻപ് സോനു എത്തുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നാണ് അവിടുത്തെ ആളുകൾ പറയുന്നത്. ശരിക്കും ഇതാണ് റോക്കി ബായ് പറഞ്ഞതുപോലെ ഒരാൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ബ്രാൻഡ് അഥവാ വിശ്വാസം. റിയൽ ലൈഫിൽ ഹീറോയിസം കാണിച്ച മറ്റ് നടീനടന്മാരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.